الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق، يقولون ربنا آمنا فاكتبنا مع الشاهدين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മുടെ കണ്ണ് നനയാറുണ്ട്. ഒരുപക്ഷെ സങ്കടങ്ങളിലായിരിക്കാം, വിഷമങ്ങളിലായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ ആനന്ദക്കണ്ണീരും നമുക്ക് വരാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണ് നനക്കാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന്റെ വല്ലാത്ത ആരവങ്ങളും ആവേശങ്ങളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ടീം പുറത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ കളിക്കാരുടെ അവസാനത്തെ വേൾഡ് കപ്പാണ് അവർ മൈതാനത്തോട് വിട പറയുമ്പോൾ, അതിനെ കണ്ണീര് വാർത്തും നെഞ്ചുപൊട്ടിയും, നിങ്ങൾ നോക്ക്, ഗ്രൂപ്പുകളിലും നാട്ടുംപുറങ്ങളിലും വീട്ടിൽ നിന്ന് മക്കൾ പുറത്തിറങ്ങാത്തൊരു സാഹചര്യത്തിലേക്ക് മാറാൻ ഒരു താരാരാധന വല്ലാതെ കടന്നു വരാൻ. എന്തിനേറെ പള്ളിയിലേക്ക് സ്ഥിരം ജമാഅത്തിന് വരണ മക്കൾ വരെ മറ്റുള്ളവർ കളിയാക്കും എന്ന് പറഞ്ഞ് നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്ന അവസ്ഥയ്ക്ക് മാറാൻ. അതാരുടെയും കുടുംബങ്ങളിൽ മോശമല്ലാത്തൊരു സാഹചര്യം ഈ സന്ദർഭങ്ങളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ മഹബത്ത് ആരോടാണ്, ഇഷ്ടം ആരോടാണ്, എന്തിൻ്റെ പേരിലാണ് കരയാനുള്ളത്. ഒരു കളിയും ഒരു വിനോദവും നിൽക്കേണ്ട പരിധിക്കപ്പുറത്ത് കടന്നു വന്നാൽ അതിൻ്റെ അപകടങ്ങളെ തിരിച്ചറിയാനുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കേട്ട്, ആയത്തുകളെ കേട്ട് ഒരു നിമിഷമെങ്കിലും നമ്മളുടെ കണ്ണുകൾ നിറയാറുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാറുണ്ടോ? സട്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ഒരിറ്റു കണ്ണുനീരെങ്കിലും
നമ്മളുടെ കണ്ണുകളെ നനച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. അതിന് വലിയ സ്ഥാനമുണ്ട്, അതിന് വലിയ മഹത്വവുമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വിജയം വരിക്കുന്ന വിശ്വാസികളെ സൂറത്ത് മാഇദയിൽ ഇങ്ങനെ അവരുടെ സ്വഭാവങ്ങളെ വിശദീകരിച്ചു വന്നപ്പോ അവിടെ അള്ളാഹ് പറയുന്നുണ്ട്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അവതീർണമായ ആയത്തുകൾ അവർ കേൾപ്പിക്കപ്പെട്ടാൽ തറാ അഅ്യുനുഹും തഫീദു മിനൽ ജംഅ്, അവരുടെ കണ്ണുകൾ കണ്ണുനീരാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവർ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അവരേറ്റവും വലിയ സത്യമായി കണ്ടത് അള്ളാന്റെ പ്രമാണങ്ങളെയാണ്. അവരേറ്റവും വലിയ റോൾ മോഡലായി കണ്ടത് അത് ഓതിക്കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരുടെ ആത്യന്തികമായ അഭയമായി അവർ കണ്ടത് ആ വചനങ്ങളെ അവതരിപ്പിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നോട് നൽകുന്ന ഉപദേശമാണല്ലോ, എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന മാർഗദർശനമാണല്ലോ എന്ന് കരുതുമ്പോ അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കുമെന്നുള്ളതാണ്. കാരണം ഇത് ജീവഗന്ധിയാണ്. ഏതോ ഒരു കളിക്കാരൻ ഏതോ ഒരു മൈതാനത്തിൽ നിന്ന് വിട പറഞ്ഞാൽ അയാളുടെ വേതനവും അയാളുടെ ശമ്പളവും വാങ്ങി അയാളുടെ വീട്ടിലേക്ക് അയാൾ മടങ്ങിയെന്നല്ലാതെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ കാണിക്കാനും നമ്മളുടെ ആത്യന്തികമായ വിജയം കാണിച്ചു തരാനും ഇവരെ കൊണ്ടൊരാളെ കൊണ്ടുപോലും സാധ്യമല്ല. പക്ഷെ നമ്മൾ പടക്കുന്ന നിയന്ത്രിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗദർശനം നൽകുമ്പോൾ ആ ആയത്തുകളെ കേൾക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയാൻ നമ്മളെ കൊണ്ട് കഴിയണം. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗം ആളുകളെ പഠിപ്പിച്ചു ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിവിശാലമായ മരുഭൂമിയുടെ നടുത്തളത്തിൽ ഒരു മോതിരം കൊണ്ടുപോയി വെച്ചാൽ ആ മോതിരം ഇരിക്കുന്ന സ്ഥാനം മാത്രമാണ് ദുനിയ ആകാശഭൂമികളുമായി അർശിനെ കമ്പയർ ചെയ്യുമ്പോൾ ആകാശഭൂമികളുടെ സ്ഥാനമെങ്കിൽ അത് വിശാലമായി പ്രവിശാലമായി കിടക്കുന്ന മരുഭൂമി അത് അർശിന് സമാനമെന്നാണ് ആകാശഭൂമികളെ കമ്പയർ ചെയ്ത് പറഞ്ഞതെങ്കിൽ ആ വിശാലമായ അർശിന്റെ നനൽ സൂര്യൻ ഒരു ചാൺ മീൽ അകലങ്ങളിലൂടെ വന്നു നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന അടിമകളെ പറ്റി പറയുന്നിടത്ത് അള്ളാഹിന്റെ മുത്ത് റസൂൽ പറയാണ്, വറജുലുൻ ദക്കറല്ലാഹു ഖാലിയ വഫാദത് ഐനാ, ഒഴിഞ്ഞിരുന്ന അള്ളാനെ ഓർച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നു പോയ ആളുകള് അവർക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. അള്ളാഹിനെ പറ്റി ഓർച്ചപ്പോ അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞുപോയി എന്നാണ്. അങ്ങനെ അള്ളാഹിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹിനെ ഓർക്കുന്ന അവരുടെ കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നു പോകുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൽകുന്ന നേട്ടങ്ങളൊന്നും നിസ്സാരല്ല. നിങ്ങൾ നോക്കി, ആ കണ്ണിന് നരകത്തിന്റെ തീ പോലും ഹറാം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യലിസുന്നാർ, നരകത്തിന്റെ തീ തൊടില്ല, ആ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല, ആ നരകത്തിലൂടെ കടന്നു വരില്ല. ആരാണെന്നറിയോ? റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് പേടിച്ചുകൊണ്ട് കരഞ്ഞു പോയ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ നരകത്തിലൂടെ കടക്കില്ല എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ കടക്കൂല എന്ന് പറഞ്ഞ ഉറപ്പാണ്. എന്നിട്ട് പ്രവാചകൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതിന്റെ കാമ്പാണ് ഹത്താ യഊദുൽ ലബനു ഫിൽ ദറഅ, അകിട്ടിലേക്ക് പാല് തിരികെ കയറാത്തതുപോലെ ഒരു മൃഗത്തിന്റെ പാല് കറന്നെടുത്താൽ ആ പാത്രത്തിലുള്ള പാല് തിരിച്ച് ആ മൃഗത്തിന്റെ അകിടിലേക്ക് തിരിച്ചു കയറ്റാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകാത്തതുപോലെ അള്ളാഹിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകളുണ്ടോ? ആ കണ്ണുകൾ ഒരു കാരണവശാലും ആ കണ്ണുള്ള മനുഷ്യന് നരകമില്ല, അവൻ നരകത്തിലൂടെ കടക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയാണ്, ഐനാനി ലാ തമസ്സുഹുമന്നാർ, 2 കണ്ണുകളെ നരകത്തിന്റെ തീ തൊടൂല. ആ കണ്ണ് ഏതാണെന്നറിയോ? ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞു പോയ കണ്ണുകളുണ്ടോ? ആ കണ്ണ് നരകത്തിന്റെ തീ തൊടില്ല.
മറ്റൊന്ന് അള്ളാന്റെ മാർഗത്തിലൂടെ കാവൽ നിന്ന കണ്ണാണ്. യുദ്ധത്തിന്റെ രണഭൂമികളിൽ മറ്റും കാവൽ നിന്ന കണ്ണിന് നരകത്തിന്റെ തീ തൊടൂല്ല. മറ്റൊരു കണ്ണ് അള്ളാനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകളാൽ ആ കണ്ണുനീർ തുള്ളിക്ക് പോലും അള്ളാന്റെ മുത്ത് റസൂല് പറയാൻ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ലോകത്ത് 2 തുള്ളികളുണ്ട്, ജലത്തിന്റെ തുള്ളികൾ. അതേതെന്നറിയോ? ഖത്റത്തും മിൻ ദുമൂഇൻ ഫീ ഖശിയത്തില്ലാ. അള്ളാഹിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് കരഞ്ഞ് ആ കണ്ണീർ തുള്ളികള് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വഖത്റത്തും മിൻ ദമിൻ ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഉറ്റുവീണ രക്തത്തുള്ളികളും അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണെന്ന്. അള്ളാഹിനെ കുറിച്ച് ഓർത്ത് പേടിച്ചുകൊണ്ട് കരയുന്ന ആ കണ്ണീർ തുള്ളികള് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പ്രിയമുള്ളവർ, ഇന്ന് വരെ കരയാൻ കഴിഞ്ഞോ? അള്ളാഹിനെ കുറിച്ചോർത്ത്, അവന്റെ പരലോകത്തിനെ കുറിച്ചോർത്ത് കണ്ണ് നനഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോ, പ്രിയമുള്ളവർ, രോഗം വരുമ്പോ വിളിക്കുന്നുണ്ട് അല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് ഒരു ഫാക്ടറി കണക്ക് ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ നിങ്ങൾ നോക്ക്, ഇൻസുലിന്റെ മെഡിസിൻസിന് പുറമെ നിന്ന് ഇൻസുലിൻ കുത്തിവെക്കുമ്പോ ശരീരത്തിന്റെ ഒരു പാൻക്രിയാസിന്റെ സംവിധാനങ്ങളിലൂടെ ആ ഷുഗറിനെ കൺട്രോൾ ചെയ്താൽ അതുവരെ സംവിധാനം തന്ന അല്ലാഹുവോട് ഒരു ശുക്ർ പറയാൻ 80 വയസ്സ് വരെ ജീവിക്കുന്നതിനിടക്ക് 10,000 കണ്ടെയ്നർ ബ്ലഡിന്റെ സർക്കുലേഷൻ ഈ ശരീരങ്ങളിലൂടെ നടത്തിയ അള്ളാഹുവിനോടൊന്ന് ശുക്ർ പറയാൻ, ഒരു കിഡ്നി ഫെയിലിയർ ആകുമ്പോ ആരെങ്കിലും ഒരാൾ ഡൊണേറ്റ് ചെയ്യുമ്പോ അത് തുന്നിപ്പിടിപ്പിക്കാൻ ഹോസ്പിറ്റലുകളിലൂടെ 30 ലക്ഷത്തിലധികം കൊടുത്ത് അതിന്റെ വിജയമുണ്ടോ എന്ന് കാത്തിരിക്കുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രങ്ങളിലൂടെ സൗജന്യമായി തന്ന അള്ളാഹിനോട് ഒരു ശുക്ർ പറയാൻ, ഒരു നന്ദി പറയാൻ, ആ അള്ളാഹിനെ ഓർത്തിട്ട് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വരാൻ. പ്രിയമുള്ളവരെ, ജീവിതത്തോട് വിട പറയുന്ന രംഗത്ത് അള്ളാഹുവിന്റെ റഹ്മത്തുകളുടെ സാമീപ്യത്തോടുകൂടെ മടങ്ങണമെന്ന് ഓർത്തുകൊണ്ട് ഒരൊറ്റ കണ്ണുനീര് നമ്മളുടെ കണ്ണിൽ നിന്ന് കടന്നു വരാൻ. എന്റെ പരലോകമുണ്ട്, അതിലേക്കുള്ള യാത്രയായി അള്ളാഹു മറയുടെ ജീവിതം നൽകുന്നുണ്ട്, ഖബറിന്റെ ജീവിതം നൽകുന്നുണ്ട്. എന്റെ പൊന്നുമക്കളെ, എന്റെ കുടുംബത്തിനെ, എന്റെ രക്ഷാധികാരികളെ മുഴുവൻ വിട്ടു മയ്യത്ത് കട്ടിലിലൂടെ, ആടിയുലയുന്ന മയ്യത്ത് കട്ടിലിലൂടെ യാത്രയായി ഖബർസ്ഥാനിന്റെ ആരുടെ മുന്നില് ഒറ്റക്കായി ഞാൻ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുമ്പോ എന്റെ അമല തുണിയാകുന്ന ആ ഇരുട്ടറയിൽ അല്ലാഹുവേ നിന്റെ സഹായം ഉണ്ടാകാൻ, നിന്റെ മലായിക്കത്തുകൾ കടന്നു വരുമ്പോ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കരുത്ത് നൽകണേ എന്ന് റബ്ബിനോട് പറയാൻ, 2 നേരങ്ങളിലായി മാറി മാറി വരുന്ന നരകത്തിന് പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ നരകത്തിന്റെ അദാബ് തരല്ലേ എന്ന് പറയാൻ, അതോർത്തുകൊണ്ടൊരിച്ച് കണ്ണുനീര് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ബഅസിന്റെ വിശാലമായ പുനരുദ്ധാരണങ്ങളിലൂടെ കടന്നു വന്ന് മഹ്ശറ സമ്മേളനങ്ങളിലൂടെ കടന്നു വരുമ്പോ ഓരോ പ്രവാചകന്മാരും എന്റെ ശരീരമേ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന നിമിഷങ്ങളിലൂടെ എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ അർശിന്റെ തണല് വാങ്ങാൻ അവസരമുണ്ടാകുമോ എന്നോർത്ത് ഒരു ചുക്കണ്ണുനീര് ഒരിക്കലെങ്കിലും കടന്നു വരാൻ അന്ന് നന്മ തിന്മകളോടെ തൂക്കി നോക്കുമ്പോ എന്റെ നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, നിസ്കാരമാവട്ടെ എനിക്ക് വേണ്ട എന്ന് കൊണ്ടുവന്നവന്റെ മുഖത്തേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞോ എന്നൊന്ന് പറയേണ്ടി വന്നാൽ എന്റെ അവസ്ഥ എന്താണ്? അവരിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് എന്റെ പാപങ്ങൾ എനിക്ക് കനമാകുമോ? അന്ന് മഹ്ശറാവൻ സഭയില് മഹാനായ മൂസാ നബി അള്ളാഹിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി ഖതൽതു നഫ്സൻ ലം ഉമർ ബിഖത്ലിഹാ. അല്ലാഹുവേ കൊല്ലാൻ അനുവാദം നൽകാത്ത ഒരു ശരീരത്തെ ഞാൻ കൊന്നവനാണ്. എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ദുനിയാവിൽ വെച്ച് അല്ലാഹു മൂസാ നബിക്ക് പൊറുത്തു കൊടുത്തൊരു പാപത്തിന്റെ പേരിലാണ് പരലോകത്ത് കരയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാപങ്ങളെ അല്ല പൊറുത്തു തന്നോ എന്ന് ഒരു ഉറപ്പും നമ്മളുടെ കൈവശമില്ല. എന്നിട്ടും നമ്മൾ ധൈര്യത്തോടെ ഓർത്തിട്ടുണ്ടോ, കരഞ്ഞിട്ടുണ്ടോ? നന്മ തിന്മകൾ മീസാനിലൂടെ കടന്നു വരുമ്പോ, അള്ളാന്റെ ഹിസാബ് വരുമ്പോ, വിചാരണ വരുമ്പോ, അള്ളാന്റെ റസൂല് സൂറത്തുൻ നിസാഇലെ 41-ാമത്തെ ആയത്ത് കേട്ടി ഹിസാബിനോർത്ത് കരഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായ സഹാബ അതിനെക്കുറിച്ച് കരഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കണ്ണിൽ അങ്ങനെ ഒരു കണ്ണീര് വന്നിട്ടുണ്ടോ? എന്റെ ഹിസാബ് എന്താണ്? എന്റെ വിചാരണ എന്താണ്? എന്റെ നന്മതിന്മകൾ എന്താണ്? കടന്നു വന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടി വന്നാൽ ഈ കൊണ്ടു നടക്കുന്ന ശരീരത്തിന്റെ തൊലികളെ 42 മുഴമായി
അതിനെ കനം വെപ്പിച്ചതിനെ നരകത്തിലൂടെ ഒരുക്കുന്ന സാഹചര്യം വന്നാൽ കാക്കണേ അല്ലാ, ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് കരയാൻ. അല്ലാ തന്ന ശുക്രിന്, അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാതെ വിട പറഞ്ഞാൽ സൂറത്ത് ആൽ ഇംറാനിലെ 190-191 ആയിട്ടിറങ്ങുമ്പോ അന്ത കരഞ്ഞ് തളർന്ന് നമസ്കരിച്ച അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പേടി നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരണില്ല. ചെയ്തു പോയ പാപങ്ങളോർത്ത് അള്ളാഹിനോട് ഏറ്റു പറഞ്ഞ് ഒരു ദിവസമെങ്കിലും കരയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ കടന്നു വരും. രാത്രിയുടെ അന്ത്യയാമങ്ങളില് യൻസിലു റബ്ബുനാ തബാരക വതആല ഇല സമാഇ ദുനിയാ, അല്ലാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ചോദിച്ചോ, ഉത്തരം തരാം. നിങ്ങൾ പാപങ്ങളെ എണ്ണിപ്പറഞ്ഞോ, പൊറിച്ചു തരാം. എല്ലാ ദിവസവും സുബഹിന്റെ മുമ്പുള്ള സമയം ഇതുവരെയുള്ള തെറ്റുകൾ ഏറ്റു പറയാൻ, ആ തെറ്റുകളെ പൊറിച്ചു തന്നില്ലെങ്കിൽ കിട്ടാവുന്ന അദാബുകളെ പറ്റി ചിന്തിക്കാൻ. അത് ഉള്ളിൽ കടന്നു വന്നപ്പോഴാ വ്യഭിചരിച്ചു പോയ മായിസ് റളിയല്ലാഹു അൻഹു തുഖിർനി യാ റസൂലല്ലാഹ്, എന്നെ എറിഞ്ഞുകൊള്ളു നബിയേ എന്ന് പറഞ്ഞ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വന്നത്. കാരണം പരലോകത്തിന്റെ അദാബ് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ഓരോ പാപങ്ങളെ ഏറ്റു പറയാൻ, പൊരുത്തപ്പെടിക്കാൻ, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, ഇന്ന് വരെ അങ്ങനെ കണ്ണിന്റെ കണ്ണുനീര് വീഴാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മളെ കൊണ്ട്? ഉണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരാണ്. അതുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ പഠിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ കണ്ണീരിന്റെ മേഖലകളൊക്കെ ഉണ്ട്. നമ്മുടെ ആലോചിച്ചൊക്കെ നമ്മുടെ പൂർവ്വസൂരികൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹുവിന്റെ നബിമാരെ പറ്റി പറഞ്ഞൊരു വാചകമുണ്ട്. ഈ പറയുന്ന ആയത്തുകളെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടല്ലാതെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. അള്ളാഹിന്റെ ഖുർആനിന്റെ വാക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സൂറത്ത് അംബിയാവും സൂറത്ത് മറിയമുമാണ് ഇവിടെ നമ്മൾ ഉദ്ധരിക്കുന്നത്. ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ പഠിച്ച ആയത്തുകളാണ്. നോക്കിയ നബിമാരുടെ പ്രത്യേകത അവിടുന്ന് പറയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, വിശ്വാസികളെ, പരലോക വിജയം വരിക്കുന്നവരെ, അള്ളാഹുവിന്റെ നബിമാർ അവർ നന്മകളിലൂടെ ധൃതി കാണിക്കുന്നവരാണ്. വയദഊനനാ റഅബൻ വറഹബ, നല്ല പ്രതീക്ഷയോടെ നല്ല ഭയത്തോടെ അവർ നമ്മളോട് പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ നബിമാര് ലോകത്തിലെ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകള്, അള്ളാഹു തെരഞ്ഞെടുത്തവരെ, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരെ, ആ നബിമാരാണ് പ്രതീക്ഷയോടെ കരഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വകാനൂ ലനാ ഖാശഈൻ, അവർ നമ്മളോട് താഴ്മയുള്ളവരായിരുന്നു അള്ളാഹുവിന്റെ നബിമാരെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. നബിമാര് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച രീതിയാണ്. ഇനി പ്രിയമുള്ളവരെ, മറ്റൊരായത്ത് സൂറത്ത് മറിയമിലെ 58-59 ആ നബിമാരെ പറ്റി പറഞ്ഞു, അവരുടെ പിന്തലമുറക്കാരെ പറ്റി പറഞ്ഞു. ഈ ആയത്തിന്റെ പ്രിയമുള്ളവരെ, വേൾഡ് കപ്പിന്റെ ആവേശങ്ങളിലൂടെ നടക്കുന്നവരെ, ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി ബലിയർപ്പിക്കാൻ നടക്കുന്നവരെ നെഞ്ചിൽ കൊത്തിയിട്ടല്ലാതെ, ഈ ആയത്തിനെ പഠിച്ചിട്ടില്ലാതെ ഇറങ്ങിപ്പോകരുതേ. അല്ലാഹു തആല ആദമിന്റെ രക്ഷപ്പെട്ട മക്കളെ പറ്റി പറഞ്ഞ്, നോഹ് നബിയുടെ കൂടെ കപ്പലിലൂടെ രക്ഷപ്പെട്ട വിശ്വാസികളെ പറ്റി പറഞ്ഞ്, ഇബ്രാഹിം നബിയുടെ സാലിഹീങ്ങളായ മക്കളെ പറ്റി പറഞ്ഞ്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകന്മാരായ മക്കളുടെ പാരമ്പര്യത്തെ പറ്റി പറഞ്ഞ് അള്ളാഹു പറയാണ്, ആ സാലിഹീങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ആയത്തുകള് അവരോട് ഓതിക്കൊടുക്കുമ്പോ ഖറൂ സുജ്ജദൻ വബുകിയ, അവരിങ്ങനെ കരഞ്ഞിട്ട് സുജൂദിലേക്ക് വീഴുമായിരുന്നു. ആദം നബിയുടെ സ്വാലിഹീങ്ങളായ മക്കള്, നൂഹ് നബിയുടെ കൂടെ കപ്പലിലൂടെ രക്ഷപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകള്, ഇബ്രാഹിം നബിയുടെ യാക്കൂബ് നബിയുടെ സ്വാലിഹീങ്ങളായ പ്രവാചകന്മാരായ മക്കള്, അള്ളാന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ അവരിങ്ങനെ കരഞ്ഞിട്ട് സുജൂദിൽ വീഴുമായിരുന്നു. അങ്ങനത്തെ ഒരു തലമുറയാണ് നമ്മളുടെ നബിമാരെങ്കില്. അള്ളാന്റെ ഖുർആന് പറയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ നബിമാർക്ക് ഒരു പിന്തലമുറക്കാര് കടന്നു വന്നിട്ടുണ്ട്.
ആ നബിമാരുടെ പിന്തലമുറക്കാരുണ്ട്. അല്ലാഹു സ്വലാഹ, അവരെ നിസ്കാരത്തെ പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റി നടക്കുന്ന ആളുകളാണ്. അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞിരുന്ന, ആയത്ത് കേട്ട് കരഞ്ഞു സുജൂദിലൂടെ വീണ നബിമാര്. പക്ഷേ അവരുടെ പിന്തലമുറക്കാര് മക്കളാരാണ്? സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് നിസ്കാരത്തെ വരെ പാഴാക്കുന്ന ആളുകളാണ്. അതിന്റെ പരാജയമല്ലേ നിങ്ങളെ കണ്ടുമുട്ടെന്നെ ചെയ്യുന്ന? എവിടെങ്കിലൊക്കെ നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? 1:30 3:30 കളി കാണാൻ ആവേശത്തോടെ ഓടി, അതിന്റെ ആവേശത്തിൽ നിങ്ങളെ തിമിർത്ത് സുബഹിയില്ല, തഹജ്ജുദില്ല, സുബഹിന് മുമ്പുള്ള സമയമില്ലേ? നമ്മളെ സൃഷ്ടിച്ച എല്ലാം തന്ന റബ്ബ് അടിമയോട് സ്നേഹം വെച്ച് അവനെ ശുദ്ധീകരിക്കാൻ തയ്യാറായി അള്ളാഹ് അടിമയിലേക്ക് ഇങ്ങനെ അടിച്ചു വരണ സമയം, എല്ലാ ക്ഷീണം തീർത്ത് കിടന്നുറങ്ങാൻ എണീക്കാൻ അറിയാത്ത മക്കളല്ലല്ലോ. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ അവർക്ക് മനസ്സില്ല. അള്ളാഹിന്റെ ഖുർആന്റെ വാക്കാത് അവർ നിസ്കാരം പാഴാക്കാൻ ദേഹേച്ഛകളെ പിന്തുടരുന്ന ആളുകളായിട്ടും മാറാണെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൂർവികരുടെ പാതകളെ സ്വീകരിക്കാൻ അള്ളാഹിനെ കുറിച്ച് ഓർത്തും അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇന്നത്തെ ഖുതുബയിലെ അത് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സമയമില്ല. മുവാഖിഫുൻ ഫീഹാ ബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, ഒരു കിതാബുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകിയാൽ ആ കിതാബ് ബേസ് ചെയ്ത് ആ കരഞ്ഞ 10 സന്ദർഭങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിലെ നമുക്ക് സൂചിപ്പിക്കാം. പക്ഷേ നിങ്ങളിതൊക്കെ ആ പൂർവ്വസൂരികൾ അവർ അള്ളാഹിനെ കുറിച്ച് കരയാൻ ഓർക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളിലേക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ആരാ അബൂബക്കർ റളിയല്ലാഹു അൻഹു? നാളെ സ്വർഗീയ കവാടത്തിലൂടെ 8 കവാടങ്ങളും മലർക്ക തുറക്കപ്പെടുമ്പോൾ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്ന സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ സാഹിബാണ് എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്ത സഹാബിയാണ്. മുത്തനബിയുടെ കൂടെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു മൺകട്ട കയ്യിലെടുത്തിട്ട് പറഞ്ഞു, യാ ലൈതനി കുന്തു ഹാദിഹി ജബന, ഇതുപോലൊരു മൺകട്ട ഞാൻ ആയിരുന്നെങ്കിൽ എനിക്ക് അള്ളാഹിന്റെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ എന്നാണ്. മരച്ചില്ലകളിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ടിട്ട് നിങ്ങൾ സന്തോഷത്തോടെ പാറിക്കളിക്കുന്നു, ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ അള്ളാഹിന്റെ ഹിസാബ് എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഇമാമ നിൽക്കുമ്പോൾ കരച്ചിൽ കൊണ്ട് മഅ്മൂമിന് ഖിറാഅത്ത് കേൾക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേ, നമ്മളുടെ ജീവിതം എന്താണ്? അവരൊക്കെ സ്വർഗം ഉറപ്പിച്ചവരാണ്. നമ്മളും ആ ഹിസാബിന് അള്ളാഹിന്റെ അടുക്കലേക്ക് മടങ്ങാൻ കാത്തു നിൽക്കുന്നവരാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതുമ്പോൾ വതവല്ല അൻഹും യാ അസഫാ അലാ യൂസുഫ് എന്ന ആയത്ത് ഓതുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുമായിരുന്നു എന്നാണ്. ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിന്റെ രക്തസാക്ഷി. അന്ന് ഫൈറൂസ് അബൂലുഅ്ലുഅത്തുൽ മജൂസി ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ വയറ്റിലേക്ക് പ്രഹരിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഓതിയത് സൂറത്ത് യൂസുഫ് ആയിരുന്നു. അതിനിടയിലൂടെ അദ്ദേഹം വിതുമ്പിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അദ്ദേഹത്തിന്റെ ഭയം മരിക്കണ നേരച്ചു പോലും അദ്ദേഹം പറഞ്ഞില്ലേ, ഉമറിന്റെ രക്തം വാർന്ന അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സഖറാത്തിന്റെ വേദനയിൽ അള്ള ഇളവ് തന്നാലോ, പരലോകച്ച് റബ്ബ് എനിക്ക് റഹ്മത്ത് തന്നാലോ. ഒരധികാരമോഹം ഉമറിന്റെ കുടുംബത്തിന് വേണ്ട. 6 പേരെ തെരഞ്ഞെടുത്ത് ഒരാളെ നിങ്ങൾ അധികാരികളാക്കുമ്പോൾ എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നിങ്ങൾ ഒരിക്കലും ഖലീഫയാക്കരുത്. കാരണം ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് അള്ളാഹിനോട് കണക്ക് പറഞ്ഞ മദീന പേടിയും സൂക്ഷ്മതയും വരുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അള്ളാഹിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച മഹാന. ഉമർ റളിയല്ലാഹുവിനെ മനോഹരമായ അരുവിയുടെ ഓരത്തെ സുന്ദരമായ വെള്ളക്കൊട്ടാരം റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് മദീനയുടെ മിമ്പറിൽ മുച്ച നബിയാണ്. ഇത് പറയുമ്പോൾ 1-ാമത്തെ സഫിലെ ഉമർ റളിയല്ലാഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിച്ചില്ല, റസൂലേ ഞാൻ അങ്ങോട്ട് കയറിയില്ല, എന്റെ ഉമറിന് ഇഷ്ടായില്ലെങ്കിലും ഒന്ന് കരുതിയും. ഇത് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു സഫിലുണ്ട്. ആറു അലൈക്ക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? ആ ഉമറാണ് കരഞ്ഞത്, ആ ഉമറാണ് പേടിച്ചത്. നാളെ അള്ളാഹിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച മഹാൻ ദുന്നൂറൈൻ എന്ന നാമത്തിന്റെ ഉടമ
സ്വർഗത്തിൽ സ്ഥാനമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇദാ വഖഫ അലാ ഖബരിൻ ബക, ഒരു ഖബറിന്റെ ചാര വന്ന് നിൽക്കുമ്പോ വല്ലാതെ കരയാറുണ്ടായിരുന്നു എന്നാണ്. ഇന്നൽ ഖബർ അവ്വൽ മൻസിലി മിൻ മനാസിലിൽ ആഖിറ എന്ന മുത്തുനബിയുടെ വാക്കോർച്ചിട്ടാണ്. പാരത്രികമായ ഭവനങ്ങളിലേക്കുള്ള ആദ്യത്തെ വീട് ഖബറാണ്. അവിടെ വിജയിച്ചോ? ബാക്കി വിജയിച്ചു. അവിടെ പരാജയപ്പെട്ടാൽ ബാക്കിയെല്ലാം പരാജയപ്പെട്ടു എന്നാണ്. ഒരുപാട് തവണ ഖബർസ്ഥാനിലേക്ക് സഹോദരങ്ങളുടെ മയ്യത്തുമായി കടന്നു പോയപ്പോ ഇതുപോലെ നാളെ ഞാൻ കിടക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഇതുപോലത്തെ ഒരു ഖബർ എനിക്കുണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് സംസാരിക്കുമോ എന്ന് പേടിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്ക ദിക്ർ ചെല്ലാന്ന് വാശി പിടിക്കുന്നവരോട് മൗനായിട്ട് പോകണേന്ന് അള്ളാന്റെ ദീനും ഇതുവരെ കടന്നു വന്ന ഖുലഫാ റാഷിദീങ്ങളായ ഭരണാധികാരികളുടെ ചര്യയും നമ്മളോട് പഠിപ്പിച്ചെന്ന് എന്തിനാണ്? അതോർക്കുമ്പോ മിണ്ടാനല്ല. വലാ യുർഫഅ സൗതൻ ബിഖറാഅത്തിൻ വലാ ബിദിക്രിൻ എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ദിക്ർ കൊണ്ട് ഖുർആൻ കൊണ്ട് ശബ്ദം ഉണ്ടാക്കല്ലേ, മരണത്തെക്കുറിച്ച് ഓർക്കാനാണ്. നാളെ നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തിലെ അങ്ങേ തലക്കൽ ആടിയുലയുന്ന മയ്യത്ത് കട്ടിലല് എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, അങ്ങനത്തെ ഒരു ചിന്താഗതി അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ, പരലോകത്തിനെ കുറിച്ച് ഓർക്കാൻ, എന്നിട്ട് കണ്ണ് നീരാൽ കുതിർന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണേ. ശ്രമങ്ങൾ നടത്തണേ. മനസ്സല്ലാന്റെ ദീനിൽ ഉടക്കി നിർത്തണേ. ഷഹവാത്തുകളുടെ ഇച്ഛകളുടെ പിന്നാലെ പോകുമ്പോ മനസ്സ് വല്ലാതെ കടിച്ചു പോവും. അതിന്റെ അപകടങ്ങളാണ് നമ്മൾ അറിയാതെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് പൂർണ്ണമായ തൗഹീദോടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഇതുവരെ നാം ചർച്ച ചെയ്ത വിഷയം അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കണ്ണുകൾ നനയണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു കണ്ണീര് വരാതിരിക്കാനുള്ള കാരണം നമ്മളുടെ ഹൃദയം കടുത്തു പോകുന്നതാണ്, കല്ല് പോലെ ആയിത്തീരുന്നതാണ്. അതുകൊണ്ട് അതിനെ ലോലമാക്കിയെടുക്കാൻ ഉലമാക്കൾ 5 മെഡിസിൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഈ 5 കാര്യം ജീവിതത്തിന്റെ പ്രവൃത്തി തലങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന നമ്മളുടെ മനസ്സതിന് പാകപ്പെടും. അതിലൊന്നായിട്ട് പറയും തിലാവത്തുൽ ഖുർആൻ വതദബ്ബുരിൽ മഅന. ആശയങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവണം. അള്ളാഹു ചോദിച്ചില്ലേ സൂറത്ത് മുഹമ്മദിലെ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അമ്മദല്ല അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾക്ക് താഴ്ത്ത് പൂട്ടിരിക്കുകയാണോ? നമ്മളുടെ ഹൃദയങ്ങളുടെ പൂട്ട് തുറക്കാൻ, കണ്ണു തുറപ്പിക്കാൻ കഴിയാവുന്ന കൃത്യമായൊരു ഗ്രന്ഥം, അതിന്റെ ആശയതലങ്ങളിലൂടെ കടന്നു പോകാൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടല്ലാതെ ഞാൻ കിടക്കൂല, ഉറങ്ങൂല. പറ്റുമെങ്കിൽ ഒരു നിശ്ചിത ഭാഗം അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കിയുള്ളൊരു പാരായണം നമ്മുടെ ഹൃദയം കടുത്തു പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഏത് സമയത്തും മരണത്തെ നമ്മൾ ഓർക്കണം. അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്ത്, സുഖഭോഗങ്ങളുടെ അന്ധകനായ മരണത്തിന്റെ ചിന്തകളെ നമ്മൾ അധികരിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജുമുഅ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ് 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ അവസാന നിസ്കാരമാണെന്ന് ഓർത്തു നോക്ക്. എത്ര ഖുശൂഅോടെ നമ്മൾ നിസ്കരിക്കും. നമ്മളുടെ മനസ്സ് പാളോ? വേറൊരു തിന്മയിലേക്ക് നമ്മളുടെ ചിന്തകൾ പോവോ? ഇല്ലല്ലോ. ജീവിതം എപ്പോഴും അവസാനിച്ചേക്കാം. അതുകൊണ്ട് ആ മരണത്തിനെ ഓർത്ത് പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി എനിക്ക് വിട പറയണമെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. മൂന്നാമതായി ഉലമാക്കൾ പറയാൻ തൗബയും ഇസ്തിഗ്ഫാറും ഉണ്ടാവണമെന്നാൽ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വഖുൽ റബ്ബി അഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. അല്ലാഹുവേ പൊറുത്തു തരണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനല്ലേ. അള്ളാഹു പൊറുത്തു തന്നില്ലെങ്കിൽ, അള്ളാന്റെ കാരുണില്ലെങ്കിൽ, മുത്തനബി പറഞ്ഞില്ലേ, ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടില്ല. അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയാ, വഅന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്. ഇല്ല അയ്യതഅമ്മദനി അല്ലാഹു റബ്ബി ബിറഹ്മതി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ
ആയുസ് മുഴുവനുമുള്ള പ്രവർത്തനം കൊണ്ട് മാത്രവും അല്ല തന്ന കാരുണ്യത്തിന്റെ ബദലായി ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടില്ല. ഇതെപ്പോഴാ പറഞ്ഞു കൊടുക്കുന്നേ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോ ആ ജനാസയുടെ ചാരം നിന്നിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപങ്ങൾ പൊറുക്കപ്പെടണം. അതുകൊണ്ട് അള്ളാഹിനോട് എപ്പോഴും ഏറ്റുപറയുന്ന നമ്മളുടെ ഹൃദയലോലമായി വരും. നാലാമതായി പറഞ്ഞത് രാത്രി സമയങ്ങളിലെ പ്രാർത്ഥനകളാണ്. വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് സജദയിലെ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പടച്ചവനിലുള്ള പ്രതീക്ഷ വെച്ച് അള്ളാഹുവിനോട് പേടിച്ച് അള്ളാഹിനോട് ഇങ്ങനെ ഏറ്റേറ്റു പറയാൻ രാത്രി സമയങ്ങളെ ഒരു നിശ്ചിത സമയം എല്ലാവരും ഉറങ്ങണ സമയത്ത് അതൊരു ശീലാക്കി കൊണ്ടുവന്നൊക്കെ നമ്മളുടെ മനസ്സൊരിക്കലും കല്ലാവില്ല, അതൊരിക്കലും കനപ്പെട്ടു പോവില്ല. അതുപോലെ തന്നെ അഞ്ചാമത് ഈ പ്രാർത്ഥനകളിലെ നമ്മളെല്ലാ പ്രാർത്ഥനയും ഹൃദയത്തിന് വേണ്ടിയിട്ടും അള്ളാഹിനോട് ഭയം കിട്ടാനും ഇസ്തിഖാമത്തിനും വേണ്ടി ഒക്കെ അള്ളാഹിനോട് നിരന്തരം പറയുന്ന ആളുകളായിട്ടും മാറാം. അഞ്ചാമതായി അവരുടെ മക്കൾ പറയാൻ പാവങ്ങളുടെ കണ്ണീര് കാണുന്നൊരു മനസ്സ്, സ്വതക്ക ചെയ്യുന്നൊരു മനസ്സുണ്ടാവുക. അതും രഹസ്യമായി സ്വതക്ക ചെയ്യുന്നൊരു മനസ്സുണ്ടോ നമ്മളുടെ ഹൃദയം കടുക്കൂല എന്നാണ്. കാരണം മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് ഇടപഴകുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ബോധ്യപ്പെടാനും സഹജീവികളോടൊരു കാരുണ്യം തോന്നാനും അത് കാരണമാകും. അങ്ങനെ ഹൃദയം കടുപ്പിക്കാതെ അള്ളാഹുവിലേക്ക് മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീനല്ലാതെ നമുക്കൊരു സമാധാനം എവിടെയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിന്റെ ദിക്റുകളാണ് ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത്. സുരക്ഷിതമായ ഏത് മേഖലയുണ്ടോ അള്ളാഹുവിന്റെ ദീനാൻ കൗതുകത്തോടെ ഓർത്തു പോകും. ഒപ്പം സ്വലാത്ത് ചൊല്ലും അള്ളാഹിന്റെ മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കേ, ആരോഗ്യ വകുപ്പിന്റെ സർക്കുലർ വരികയാണ്. നിങ്ങൾ മഴയുടെ സമയമാണ്, പകർച്ചവ്യാധിയുടെ സമയമാണ്, നിങ്ങളുടെ വീടുകളിൽ സൂക്ഷ്മത വരുത്തണ്ടേ, വിദ്യാലയങ്ങളിൽ സൂക്ഷ്മത വരുത്തണ്ടേ, കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെല്ലിപ്പിക്കുന്ന ഒരുപാട് സർക്കുലറുകൾ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേ, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ലോകത്തിന്റെ മുത്ത് നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിന്റെ തോൽപാത്രങ്ങളെ കെട്ടിവെക്കണേ നിങ്ങൾ നോക്കേ. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മൂടിവെക്കണേ. വീട്ടിലൊരു തീക്കനൽ പോലും നിങ്ങൾ ബാക്കി വെക്കല്ലേ. വാതിലുകളെ അടച്ചു വച്ചിട്ട് വേണം ഉറങ്ങാൻ. ഇങ്ങനെ പറഞ്ഞ് കടന്നു വന്ന എല്ലാ സുരക്ഷിതമായ മേഖലകളിലും വൃത്തിയും ശുചിത്വവും നമ്മളിങ്ങനെ പറയുന്ന വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവല്ലേ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ശുദ്ധി ഈമാനിന്റെ ഭാഗമാണെന്ന് ഇന്ന് നമ്മളോട് പറയാം. കൈ വെറുതെ കഴുകിയ പോരാ, വിരലുകൾക്കിടയിലൊക്കെ കഴുകണമെന്ന് പറയുമ്പോൾ നഖം കൃത്യമായി ക്ലീൻ ചെയ്യണമെന്ന് പഠിപ്പിച്ച, വുളു എടുക്കുമ്പോൾ പോലും വിരലുകൾക്കിടയിൽ കൃത്യമായി നിങ്ങൾ ശുദ്ധമായി കഴുകണമെന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ലാതെ എവിടെയാ? ഞാൻ പറഞ്ഞ ഏത് മേഖലകളിലും നമുക്കൊരു ആരോഗ്യ സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഏത് സുരക്ഷിതത്തിന്റെ പാതയും അള്ളാഹുവിന്റെ ദീനിൽ കാണാൻ പറ്റും. അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി. അത് നമ്മളുടെ അടുത്ത തലമുറയോടുകൂടെ കൈമാറാൻ, മക്കൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഒരു സഹോദരൻ വലിയൊരു പ്രയാസവുമായി ഒരു സർജറിക്ക് വിധേയമാക്കപ്പെടുകയാണ്. സർജറിക്ക് അനന്തരമുള്ള ടെസ്റ്റുകളിലാണ് അതെത്ര മാരകമാണോ എന്ന് വിധി നിർണയിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈർ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു ഉമ്മ അവരുടെ ശാരീരികമായ പ്രായത്തിന്റെ കൂടെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളുമായി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. വലിയ രോഗത്തിന്റെ സാഹചര്യങ്ങളിലാണുള്ളത്. അള്ളാഹു ഉമ്മാക്ക് ഖൈർ എന്താണോ ആ ഖൈർ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ ശനിയാഴ്ചയിൽ ഒരു സർജറി കഴിഞ്ഞു. അടുത്ത ടെസ്റ്റിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പതിയെ ജുമഅക്ക് വന്നിരുന്ന് അങ്ങനെ ദുആ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ ചെറിയ പരീക്ഷണങ്ങളല്ല, അള്ളാഹുവിന്റെ വലിയ വലിയ പ്രയാസങ്ങളാണ് ഇപ്പോഴും ഈ പള്ളിക്കകത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹുവേ, ക്ഷമിക്കാനുള്ള കരുത്തും ക്ഷമിക്കുന്നതിനുള്ള അർഹമായ പ്രതിഫലവും സമാധാനവും ഖൈറും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.